ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പ് ധാന്യം കൊണ്ടൊരു ശർക്കര പായസമാണ്. ഞാനിപ്പോൾ 100 ഗ്രാം കമ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയ ശേഷം ഒരു 3-4 മണിക്കൂർ കുതിരാൻ വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ശരീരത്തിലെ ചൂടിനെ ശമിപ്പിക്കാൻ പറ്റിയൊരു ധാന്യമാണ് കമ്പ്. അതിനാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പായസത്തിൽ ഞാൻ വേറെ പാലൊന്നും ചേർക്കുന്നില്ല. വെറും ശർക്കരയും തേങ്ങയും വെച്ച് മാത്രമാണ് ഈ പായസം തയ്യാർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് പൊട്ടിച്ച ശർക്കര കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശർക്കര ഇപ്പോൾ എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കമ്പ് പായസം. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.